കൂട്ടുകാരെ, പാത്തൂസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ അച്ചുവും പാത്തും ഭയങ്കര മേളമാണ്. കുറച്ച് ദിവസമായിട്ട് ചൂണ്ടയിടാൻ പോകുന്നത്. ഇപ്പോൾ ഓണമായിട്ട് അവധിയല്ലേ 10 ദിവസത്തെ. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ ചൂണ്ടയിടാൻ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പം വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ബാഗ്, കടുങ്കാപ്പി, 2 ബാഗ് സാധനം, ഇതെൻ്റെ ചൂണ്ടക്കണയൊക്കെ സൈഡിലേക്ക് ചൂണ്ടയെന്നെടുത്ത് കാണിച്ചു കണ്ടോ, എല്ലാം റെഡി. പിന്നെ ഈ ബാഗിൻ്റെ അകത്തെല്ലാം കെണിയാണ് കേട്ടോ, നമ്മൾ മീൻ പിടിക്കാനുള്ള കെണിയാണ്. ഇത് 2 ചൂണ്ട, ബാഗ്, 2 സാധനം, വെള്ളം, എല്ലാ സാധനവും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഉമ്മച്ചി, ഞാൻ, ഷായന എല്ലാവരും ഉണ്ട്. ഉമ്മച്ചി പുറകെ നിൽക്കുന്നു, ഷായന ഇപ്പോൾ വരും. ആറ്റിലോട്ട് പോകാം. മീൻ ചൂണ്ടക്കാരൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം ടൂൾസിലാണ്. അതങ്ങനെ നേരെ കയറ്റി വിട്ടോ അകത്തോട്ട്. അങ്ങനെ കയറ്റി വിട്ടോ. ബാഗ് എല്ലാം എടുത്ത് വെച്ചോ. ഉണ്ടോ, വലിയ മീൻപിടുത്തക്കാരൻ പോന്നു. ബാഗുകളെല്ലാം മാറി കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മെയിൻ ചൂണ്ടക്കാരി നമ്മുടെ ഷാഹിന ബീബി ഉമ്മച്ചി ഇതാ ഇറങ്ങി വരുന്നു. വലയൊക്കെ ആയിട്ടാണ് വരുന്നത്. മുക്കുവത്തിൽ ഉമ്മച്ചി വലയൊക്കെ ആയിട്ട്. ഉമ്മച്ചിയുടെ മെയിൻ വലയൊക്കെ. അച്ചു കയറാ. ഞങ്ങളിതാ ആറ്റിലോട്ട് പോവാണ് മീൻ പിടിക്കാൻ. അപ്പോൾ ഇനി ബാക്കി വിശേഷം നമുക്ക് അവിടെ ചെന്നിട്ട്. കെവിയറിൻ്റെ കോഴിക്കടയിൽ നിന്ന് ഒരു ശകലം കുടൽ ഇച്ചിരി എടുത്തു, ശകലം എടുത്തു, ഇച്ചിരി വേഷം എടുത്ത് നമ്മൾ ഇതാകുമ്പം പടയിൽ നിന്ന് മീൻ പിടിക്കും. നമ്മൾ തുരുത്തിപ്പടവ് സീസണിൻ്റെ അവിടെയാണ് ചൂണ്ടയിടാൻ പോകുന്നത്. അങ്ങനെ അച്ചു നല്ല ത്രില്ലടിച്ചിരിക്കുവാണ്. ഉമ്മച്ചിയൊക്കെ കണ്ടോ, വലിയ ചൂണ്ടക്കാരിയിരിക്കുന്നത് കണ്ടോ, തൊട്ടടുത്ത് ആ ട്രമ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. പാത്തു ചൂണ്ടക്കാരി. നമ്മൾ ആട്രമ്പിൻ്റെ തീരത്ത് ഏകദേശം എത്താറായി. ഇവിടുന്ന് കുറച്ച് നടക്കാനുണ്ട്, ഒരു 3/4 കിലോമീറ്ററോളം നടക്കാനുണ്ട്. അങ്ങനെ നമ്മുടെ അച്ചു ബാഗെല്ലാം ഷായനാക്കി എടുക്കുന്നു, വല എടുക്കുന്നു, ചൂണ്ടക്കണ എടുക്കുന്നു. അങ്ങനെ വേണ്ട വലിയ കെണിപ്പാത്രമൊക്കെ ആയിട്ട് വലിയ ബാഗിൻ്റെ അകത്ത് പാത്തു പോകുന്നു. ചൂണ്ടക്കാരൻ അച്ചു ഈ വഴിയെ കൂടെ അങ്ങ് നടക്കാനുണ്ട്. നമ്മുടെ പ്രളയം വന്ന സമയത്തൊക്കെ ഇവിടെ മുഴുവൻ വെള്ളം കയറി നശിച്ച് കിടന്ന സ്ഥലമാണ്. നമ്മുടെ കൂപ്പള്ളിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ളിലോട്ട് കയറി തുരുത്തിപ്പടവെന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ ഗേറ്റ് കയറി അകത്തോട്ട് കയറുന്നത് ഒരു പഴയ വീടുണ്ടായിരുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ കുഞ്ഞുനാളിലെ TV കാണാനൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുഞ്ഞിലെ തൊട്ട് ഈ റൂട്ടും വഴിയെല്ലാം ഞങ്ങൾക്ക് കാണാപ്പാടമായതുകൊണ്ടാണ് ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ ഈ ഗേറ്റ് കടന്ന് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. കുഞ്ഞുനാളിലെ അപ്പം ഞങ്ങൾ ജനിച്ച വീടാണ് ആ കാണുന്നത്. കണ്ടോ, ആ അതിനകത്ത് കാണുന്ന കൊച്ചു വീട്ടിലാണ് ഞങ്ങളെല്ലാം താമസിച്ചിരുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ പണ്ടൊക്കെ അന്നത്തെ മഴക്കാലത്തൊക്കെ ഇവിടെയൊക്കെ വെള്ളം കയറി വരുന്നതാണ്. അപ്പോൾ ഷായന ബീബി ഉമ്മച്ചിയും കൂടെ അത് നോക്കുന്നു വീട്. അങ്ങനെ കാടും മലയൊക്കെ താണ്ടി ഇതാണ്ട നമ്മുടെ ചൂണ്ടക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് വലിയ വെള്ളത്തിലൊക്കെ നോക്കുന്നു പാത്തു. പാത്തു മൂപ്പി ഹായ്. അങ്ങനെ നടന്ന് ഇതാ ലൈനായിട്ട് വരുവാണ്. മുത്തമ്മയ്ക്ക് അപ്പം താഴെ കാണുന്നതാണ് ആറ്. അപ്പം അങ്ങനെ നടന്ന് 3/4 കിലോമീറ്റർ അല്ല കേട്ടോ, 1 കിലോമീറ്ററിൻ്റെ മണ്ടലുണ്ട്. അതെ ഷാനാക്ക് മടുത്തു. അതെ പാത്തു വേണ്ടേ മടുത്ത് വരുവാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പമ്പോസും, അതായത് നമ്മുടെ കൂപ്പുള്ളി മേഖല ഭാഗങ്ങളിലേക്കുള്ള എല്ലാ വെള്ളം അടിച്ച് കയറി വരുന്നത് ഇവിടെ നിന്നാണ്. നമ്മുടെ ഈ പമ്പോസിലോട്ടുള്ള വഴിയും കൂടിയാണ് ഇത് കേട്ടോ. സുന്ദരമായ നമ്മുടെ കൂപ്പള്ളി തുരുത്തിപ്പടവ് പമ്പോസിൻ്റെ സൈഡിലെത്തിയിരിക്കുകയാണ്. ഇവിടെയൊക്കെ അപ്പോൾ ഇഷ്ടംപോലെ മണലുകളെല്ലാം വന്ന് അടിഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സുന്ദരമായ നമ്മുടെ തുരുത്തിപ്പടവാറ്. നമ്മുടെ പാത്തുമോൾ നോക്കുവാണ് എവിടെയാണ് ചൂണ്ടയിടേണ്ട കളവൊക്കെ നോക്കുവാണ്. അപ്പോൾ ഇതാണ് മനോഹരമായ നമ്മുടെ തുരുത്തിപ്പടവാറും പമ്പ് ഹൗസും. ഇഷ്ടംപോലെ മണലുകൾ കുന്നുകൂടി വന്ന് കിടക്കുന്ന കണ്ടോ, സ്വർണം.
അങ്ങനെ ഇതാ നമ്മുടെ ഭാഗത്ത് ഉമ്മച്ചി ഇവിടെ വരെ എത്തി. കാട്ടിൽ കൂടി ഇറങ്ങി ചൂണ്ടയിടുന്ന പ്ലേസ് ഇതാണ് നമ്മുടെ. ഇതിൻ്റെ ഈ മരത്തിൻ്റെ സൈഡിൽ ഇരുന്ന് ചൂണ്ടയിടാൻ നല്ല അടിപൊളിയാണ്. കണ്ടോ, പാത്തുമ്മൊക്കെ ഇവിടെ കളിക്കാൻ അടിപൊളിയാണല്ലോ. സൂപ്പർ മണൽത്തിട്ടയാണ് കണ്ടോ. അപ്പോൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കണ്ടോ നല്ല അടിപൊളി പ്ലേസ് കണ്ടോ. ഇവിടെ ഇരുന്ന് നമുക്ക് ചൂണ്ടയിടുകയും ചെയ്യാം കണ്ടോ. തെളിഞ്ഞ വെള്ളമാണ്, ഒന്നും കിട്ടത്തില്ല. പക്ഷേ ഒരു രസം, അവരുടെ ഒരു ആഗ്രഹമല്ലേ പിള്ളേരുടെ. അങ്ങനെ ഷായനായ ഉമ്മ ഇത് ഇറങ്ങി വരുന്നുണ്ട്. മണൽത്തിട്ട് കണ്ടോ, സ്വർണം സ്വർണം. നമ്മുടെ മരം കയറി പാത്തു സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. മണ്ണിൽ കൂടെ ആദ്യം ചാടി നടക്കുവാണ് ഉമ്മച്ചി കണ്ടോ. ഇങ്ങനെ ഒരു നല്ല അതായത് നല്ല കാടും നല്ല സൈഡൊക്കെ അതിൻ്റെ കൂടെ എല്ലാം ചാടി ഉമ്മച്ചിക്ക് ആഗ്രഹം കൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഞങ്ങളിവിടെ വന്നതാണ്. ഇനി അച്ചു കെണിയൊക്കെ ഇടുന്ന കാണാം നമുക്ക്. അച്ചു ട്രാപ്പൊക്കെ, അതായത് മീൻ ട്രാപ്പൊക്കെ എടുത്തതാണ്. നമ്മുടെ മൈദ ഒക്കെ കുഴച്ച് നല്ല അടിപൊളിയാക്കി എടുത്തേക്കാണ്. ശകലിച്ച് എടുക്കുവാണ്. ആ ഇച്ചിരി ഇച്ചിരിയായിട്ടിട്. അപ്പോൾ നമ്മുടെ ഭാഗത്ത് വെക്കുകയായിരുന്നു ഇത് എന്നാ മണലാണ്. ഇതാണ് മോളെ ആറ്റുമണൽ. പണ്ട് നമ്മുടെ എല്ലാ വീടുകളും നമ്മൾ ഈ മണലിട്ടായിരുന്നു, സിമെൻറ്റ് കൂടി ഇട്ടാണ് ഇളക്കി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് മലകളെല്ലാം നശിപ്പിച്ച് നമ്മുടെ പാറകളെല്ലാം പൊടിച്ച് കല്ലൊക്കെ എടുത്ത് നമ്മുടെ ഈ മലകളെല്ലാം നശിപ്പിച്ച് വരുന്നത്. ഇപ്പോൾ ഈ മണ്ണാണ്, ഇതിന് സ്വർണ്ണ വിലയാണ് കണ്ടോ. മണ്ണ് നല്ല സൂപ്പർ മണൽ. എനിക്ക് ഇത് കണ്ടോ, ആ മണൽ കണ്ടോ, നല്ല സൂപ്പർ മണൽ. അരിക്ക പോലും വേണ്ടാതെ പോലെ കിടക്കും. അതുകൊണ്ടോ നമ്മൾ വാരി അങ്ങ് എടുത്താൽ മതി. ഇതുപോലെ നിധികൾ കിടന്നിട്ട് നമ്മുടെ ആറ്റിൽ. എൻ്റെ പോനെ ഒന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ അച്ചു അടുത്ത ട്രാപ്പ് ഇടാൻ വേണ്ടി ഇത് പോവാണ്. അങ്ങനെ അച്ചുമോൻ്റെ വലിയ ആഗ്രഹമായിരുന്നു മീൻ പിടിക്കണം. എന്നാലും പുള്ളി സാധിച്ചു. പരീക്ഷ കഴിയാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അങ്ങനെ അതുണ്ട് കെണി ഇടാൻ വേണ്ടി എല്ലാം കെട്ടി. പുല്ല് തന്നെ അതിനെ പല കെട്ടൊക്കെ കെട്ടി പയ്യെ ഇറക്കുവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വെള്ളം കയറി നിറഞ്ഞ് താഴണം. ഇപ്പോൾ വെള്ളം കയറി താഴ്ന്നുകൊണ്ടിരിക്കുവാണ്. ഇതേണ്ടേ മരക്കൊമ്പിൻ്റെ സൈഡിൽ നിന്ന് ചൂണ്ടയിടിയിലാണ്. പാത്തുമോക്ക് ഇതൊന്നും വിഷയമില്ല, പുള്ളി മണലില്ലാത്ത സൂപ്പർ കളിയാണ്. ഷാനാമോളെല്ലാം നോക്കി നിന്ന് വീശിക്കുവാണ്. ഇത് അടുത്ത ട്രാപ്പ് അച്ചു ഉണ്ടാക്കുവാണ്. അതിനൊരു കല്ലെടുക്കാൻ പോവുകയാണ്. ഇവിടെ ട്രാപ്പ് ഇട്ടിട്ടുണ്ട്, എങ്ങനെയാകുമെന്ന് നമുക്കറിയത്തില്ല. ഉമ്മച്ചിയാൻ്റെ അവിടെ നിന്ന് ഭയങ്കര ഇതോ ഷാന ഉണ്ട്, ഭയങ്കര മുക്കുവത്തിയെ പോലെ ഇതുണ്ട് ചൂണ്ടയൊക്കെ കോർക്കുന്നു. അപ്പോൾ ആയിക്കൊണ്ട് ഇതാ നമ്മുടെ ഷായനാമോൾ വരുന്നു. ഇതിലേ കയറുവാ, ഈ തടമ്പഴി കയറുവാ. ഇതാ പാത്തു ഭയങ്കര കളിയാണ്, ആരെ മൈൻഡ് പോലും ചെയ്യുന്നില്ല. മീനും വേണ്ട, ആക്കൊന്നും വേണ്ട. അച്ചു എന്തോക്കെ വലിയ പരിപാടിയിലാണ്. ഇത് അടുത്ത കെണി അച്ചു റെഡിയാക്കി. വെള്ളത്തിൻ്റെ അകത്തിറങ്ങി എന്നിട്ട് ഷായന ചൂണ്ടയിടുന്നു. അടുത്ത കെണിയാണ്. ഈ കെണിയെല്ലാം വിജയിച്ച് കഴിഞ്ഞാൽ ഈ കെണിയുടെ ഫുൾ വീഡിയോ നമ്മൾ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. മെയിൻ ചൂണ്ടക്കാരി അങ്ങ് സൈഡിൽ നിന്ന് അടിച്ചു പൊളിച്ച് ചൂണ്ടയിടുവാണ്. അപ്പോൾ ഇതൊക്കെ ഒരു രസം. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് ചുമ്മാ ഇതുപോലെ ഒരു മഴയൊന്നുമില്ലാത്ത സമയത്ത് വലിയ കയമൊന്നുമില്ലാത്തതോടെ സൈഡിൽ നോക്കി നമുക്ക് സേഫ്റ്റി എന്ന് തോന്നിയെടുത്ത് മാത്രം നമ്മളിവരെ ഇരുത്തുക. ഇപ്പോൾ വലിയ ശല്യവും ഇല്ല കണ്ടോ. ഇതുപോലൊരു കളത്തിലാണ്, നല്ല ഇതാണ്. സൈഡിൽ വന്ന് അവരവരുടെ പണി നോക്കി കളിച്ച് ഇതുണ്ട്. ഒരുത്തിയാണെങ്കിൽ മണ്ണിൽ തന്നെ കളിയാണ് കണ്ടോ. അവളിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെ നമ്മുടെ അച്ചുമോൻ വളരെ ജാഗ്രതയോടെ ഇരുന്ന് ചൂണ്ടയിടുവാണ്. ചെറിയ കലക്കലൊക്കെ ഉണ്ടല്ലേ പിടിക്കുകയുള്ളൂ. പക്ഷേ അച്ചുമോനോട് പറഞ്ഞാൽ കേൾക്കത്തില്ല. അപ്പോൾ അച്ചുമോൻ പറഞ്ഞ് ഇന്ന് പോയേ പറ്റുള്ളൂ. ചെറുതായിട്ട് മീൻ കൊത്തുന്നുണ്ട്. പുള്ളിയുടെ സന്തോഷം കണ്ടോ. പാത്തുമോളെങ്കിൽ വന്നേ. ഉമ്മച്ചി മടുത്ത് ചൂണ്ടയിട്ട് ഇതേ കരയ്ക്ക് കയറിയിരിക്കുകയാണ്. ഷായനാണ് ആരെയും മൈൻഡ് ചെയ്യുന്നില്ല, ഭയങ്കര ചൂണ്ടയിടിയില്ല. പാത്തു ഇതേ ഇഴഞ്ഞ് കയറി വരുന്നു. ചൂണ്ടയിട്ടിട്ട് ഇതേ കഴിയണ്ട മടുത്ത് കിടന്നതുണ്ട്. എന്താ വാട്ടറമ്പി കിടന്ന് ചൂണ്ടയിടുന്നത്.
ഉണ്ടോ. നമ്മുടെ പാത്തൂസ് കുട്ടിയാണെങ്കിൽ ആരെയും വേണ്ട, ചൂണ്ടയും വേണ്ട, മീനും വേണ്ട, വലയും വേണ്ട. അതൊക്കെ അയ്യവ പുള്ളി വെള്ളമൊക്കെ കൊണ്ടൊക്കെ സൈഡിൽ കുടിക്കാൻ വേണ്ടി അപ്പം തുടങ്ങിയ മണലിക്കളിയാണ്ടോ. പക്ഷേ നമ്മുടെ ഷായന ചൂണ്ടക്കാരി ഇതേ പരിപാടിയാണ് പുള്ളി കണ്ടോ. ചൂണ്ടയിടുന്നു എടുക്കുന്നു, ചൂണ്ടയിടുന്നു എടുക്കുന്നു. ഇതുവരെ ഒരു മീനെ പോലും കിട്ടിയില്ല. അപ്പോൾ ഏകദേശം ചമ്മിപ്പോയ മീൻപിടുത്തം കാണും എന്ന് വിചാരിക്കുന്നു ഇത്. പക്ഷെ അച്ചു പിൻമോട്ടില്ലെന്നും പറഞ്ഞ് ഇതാ വീണ്ടും ചൂണ്ടിയിട്ടുകൊണ്ടിരിക്കുകയാണ്. അച്ചു മീൻ പിടിച്ചിരിക്കുകയാണ്. കെണി വെച്ച് മീൻ പിടിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കണ്ടു. ഇനി കണ്ടില്ലെന്ന് പറയല്ലേ, കെണി വെച്ച് നമ്മുടെ ഒരു പരലിനെ പിടിച്ചിരിക്കുകയാണ്. നമ്മുടെ കണ്ടോ അച്ചുമോനിതാ പരലിനെ പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ ചിരി കണ്ടോ. കെണി വെച്ച് ആദ്യം മീനെ പിടിച്ച സന്തോഷത്തിലിതാ പാത്തുമോളും അച്ചു ഇതാണ്ട് കെണി ഇതാക്കാൻ പോയി. ഇതിൽ നോക്കുവാണ്. അവരെടുത്തിട്ടിട്ട് വരട്ടെ, ഇനി അടുത്ത മീനെ പിടിക്കാം. അച്ചു പൊക്കുവാണ്. ചൂണ്ടയെ പിടിച്ചില്ലെങ്കിലും അച്ചുവിൻ്റെ കെണി. ഇപ്പോൾ ഈ കെണിയുടെ നല്ലൊരു വീഡിയോ ഇടുന്നതാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ രസമാണ്. ആ വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ അകത്ത് മീനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ താത്തിട്ടിരിക്കുകയാണ്. ഒരു മീനെ കിട്ടി. ഇനിയിപ്പോൾ രണ്ട് ഷായ നമ്മൾ ചൂണ്ടയിടുന്ന അവിടെ നിന്നുകൊണ്ട് പാത്തു ഇതുവരെ ഞങ്ങളുടെ ഒരു കണ്ടോ അവിടെ ഇടിച്ചണ്ടോ എന്നാ പണിയാന്ന് നോക്കി കണ്ടോ. പുള്ളിയുടെ നല്ല സൂപ്പർ മണ്ണപ്പത്തൊട്ടുള്ള ചാട്ടമാണ് നോക്കി. അവിടെ വഴി പോലെ ആക്കി കണ്ടോ. ഉമ്മച്ചി ഇതെല്ലാം കണ്ടിരിക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലിതേ ഉണ്ടോ. കടലിൽ ബീച്ചിൽ വന്നേക്കുവാന്നാ പുള്ളിയുടെ ഒരു ഇതുണ്ട് നോക്കി. പുള്ളിക്ക് മീനും വേണ്ട, ഒന്നും വേണ്ട. ഇവിടെയാണ് ഓരോരുത്തർ ഇതേ കണ്ടോ. എന്നാ ചൂണ്ടയിടില്ല എൻ്റെ പൊന്നത്. ഒരുത്തനാണ്ടേ പമ്പോസിൻ്റെ മണ്ട ആ സൈഡിൽ പോയി അച്ചു കെണിയിട്ട് വെച്ചിരിക്കുന്നിടത്ത് ഇഷ്ടംപോലെ മീൻ അതിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ ഭയങ്കര ചൂണ്ടയിടില്ല എൻ്റെ പൊന്നെ. നമ്മൾ വല കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷേ വീശാൻ അറിയത്തില്ല. ചിലപ്പം നമ്മളിവിടെ വരുമ്പോഴൊക്കെ ആരെങ്കിലുമൊക്കെ കാണുന്നതായിരിക്കും, പക്ഷേ ഒന്നും ആരും ഇല്ല ഇവിടെ ഒന്നും. നമുക്ക് കെണിയെടുത്ത് ഇനിയും നോക്കാം. കഴിഞ്ഞത് നമ്മുടെ അച്ചുമോനും തുടങ്ങിയിരിക്കുകയാണ് കളിക്ക്. കാര്യത്തെ കൈ പുറകോട്ടൊക്കെ കെട്ടി ഇതുണ്ടോ ചൂണ്ടയിട്ട് ഇങ്ങനെ വെച്ചേക്കുവാണ്. മടയൊക്കെ നോക്കി അടുത്ത കെണി അച്ചു പൊക്കുവാണ്. പാത്തുവിൻ്റെ വീഗലാൻഡ് അച്ചുവിൻ്റെ കരോട്ട. അടുത്ത കെണി എടുക്കാൻ പോവാണ്. ആ ഒന്നുകൂടെ ഇറക്കിയിട്. ഇറക്കിറ അവിടെ തന്നെ ഇട്. ആ ഇറക്കിറാ ഇട്ടു, അങ്ങോട്ട് തന്നെ ഇട്ടു.